പുലി മൂലം കേരളത്തിൽ ആരും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ ഇല്ല. മലക്കപ്പാറ ഭാഗത്ത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു കുറച്ച് 1-2 മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുലി ധാരാളം ആളുകളെ ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, ഇല്ല എന്നില്ല. പുലിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 ഡയമെൻഷണൽ അനിമലാണ്. ഇപ്പോൾ കടുവയ്ക്ക് മരം കയറാൻ പറ്റില്ല സാധാരണഗതിയിൽ. പുലി പക്ഷേ എവിടെയും കയറും, ഇത് മരവും കയറും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സ്പീഷീസാണ് മനുഷ്യനോട്. ഇപ്പം വളരെ ചെറിയൊരു പൊന്തക്കാട് മതി, ഇതവിടെ പതുങ്ങി ജീവിക്കും. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പട്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിവിടെ മാത്രമല്ല, ഇന്ത്യ ലോകമെങ്ങും അത് തന്നെയാണ് സാർ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ബോറിവില്ലി എന്ന് വിളിക്കുന്നത് ബോംബെ നഗരത്തിൻ്റെ നടുക്കുള്ള ഒരു നാഷണൽ പാർക്കാണ്, പുലികൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ തേടി വരുമ്പോഴാണ് പട്ടി ഉള്ള സ്ഥലങ്ങളിൽ പുലി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തെരുവ് നായ്ക്കൾ ഉള്ള കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വരും. തെരുവ് നായ്ക്കൾ എവിടെ കൂടുതലുണ്ടാവുന്നത്? വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് പോൾട്രി വേസ്റ്റ് ആണെങ്കിൽ ഇത് വളരെ കൂടുതലായിരിക്കും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കാര്യകാരണം കണ്ട ഈ പുലിയുടെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വേസ്റ്റിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മുനിസിപ്പൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളായിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ കാഴ്ചക്കാരല്ല, അത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതെന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്നീടൊരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നൊരു കാര്യം, ഒരു മിയർ സൈറ്റിംഗ് ഓഫ് ആൻ അനിമൽ ഈസ് നോട്ട് എ കോൺഫ്ലിക്റ്റ് എന്നാണ്. ഞാനൊരു മൃഗത്തെ കാണുന്നത് കോൺഫ്ലിക്റ്റ് അല്ല. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് പണ്ട് മഹാകവി പാടിയിട്ടുള്ളത് പോലെ അതൊരു പഴയ ഒരു അസമത്വത്തിൻ്റെ തിരിച്ചുവരവാണ്. അതൊരു മറിച്ച് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ അടിത്തട്ടും അതാണ്. ഇത് ഈ സമഭാവന തിരിച്ചു കൊണ്ടുവരുന്നത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമല്ല എന്ന് നമ്മൾ പറയുന്നത് അതിവിടെയും ബാധകമാണ്. നമ്മുടെ കേസിൽ ഇത് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. നമ്മളൊരു മൃഗത്തെ കാണുമ്പോഴേ അതിനെ, ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വരുന്നത് കൊച്ചി അല്ലെങ്കിൽ ധനുഷ്കോടി പാതയിൽ ആന എത്തി എന്ന് പറയുന്നത്. അത് കൊടുങ്കാട്ടി കൂടെ പോകുന്ന ഒരു വഴിയാണ്, ആനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നു പോകും. പക്ഷെ തീർച്ചയായിട്ടും അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് ആ കാട്ടുപന്നിക്ക് അവിടെ സ്ഥാനമില്ല. അത് തീർച്ചയാണ്. ഈ 2 വിഷയങ്ങളെ രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ആത്യന്തികമായിട്ട് പരിഹാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഒരു മൃഗത്തെ വെറുതെ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെ നരേറ്റീവ് കൊണ്ടുവന്നു. പുലിയുടെ ഒരു പ്രശ്നം, ഇത് പൂച്ചയാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് വിളിക്കുന്നത് ഹോമിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ എത്ര അകലെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വേണമെങ്കിൽ തിരിച്ചു വരാം. അതുമാത്രമല്ല, ഒരു പ്രദേശത്തെ ഒരു പുലിയെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു മാറ്റി ഒഴിവാക്കുന്നു. പക്ഷെ അത് വേറൊരു ഒരു ജീവിയോടെ വന്ന് അതിനെ ഒക്യുപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ കാട് പിടിക്കുന്ന സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എന്താക്കുക എന്നുള്ളതാണ്. കൃഷിയിടങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും പല കാരണങ്ങളെയും കൊണ്ടും ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റുകൾ, ഇപ്പോൾ സ്ലോട്ടറൊക്കെ വെട്ടുന്ന റബ്ബർ എസ്റ്റേറ്റുകൾ ചിലപ്പോൾ കാട് മൂടും. ഈ മൃഗത്തെ സംബന്ധിച്ച് അതിന് വേർതിരിവില്ലാത്തത് കൊണ്ട് പുതിയൊരു ആവാസ വ്യവസ്ഥ തുറന്നു വരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പരിഹാരം എവിടെ കിടക്കുന്നത്? ഒന്ന്, വേസ്റ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്, കാട് പിടിക്കുന്ന പ്രദേശങ്ങൾ ചിലപ്പോൾ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കാട്ടിലേക്ക് നിന്നോട്ടെ. ഇതിനാണ് കാടിനെ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു വനാവരണം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയൊന്നും നമുക്കില്ല. അത് ശരിയല്ല ആ രീതിയിലുള്ളത്. ഇപ്പോൾ ഈ സ്പെസിഫിക്കലി ആന ചവിട്ടിക്കൊന്നു എന്ന് പറയുന്ന മരണങ്ങളുടെ നമ്പർ കുറയുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 23-24 39 പേരാണ് അന്ന് ആന ചവിട്ടി മരിച്ചത് സംസ്ഥാനത്ത്. പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അത് 19ആയി. അതിന് മുമ്പത്തെ വർഷം അത് 23. പ്രീവിയസ് ഡെക്കേഡുമായിട്ട് കമ്പയർ ചെയ്താൽ അങ്ങനെ അതായത് ആ ഒരു ഏതാണ്ട് അതായത് ആ സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു അറൗണ്ട് 30+ മരണസംഖ്യ നിൽക്കുന്നത്. ഇതിൽ വളരെ പ്രകടം, ഞാൻ അതിലേക്കാണ് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആദ്യം പാമ്പ് കടി, ഇപ്പോൾ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിൽക്കുന്നുണ്ട് പറയാണ്. പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 4000 പേരെയോളം പാമ്പ് കടിക്കുന്നുണ്ട് ഒരു വർഷം. അതിൽ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് വിളിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പുല്ലരിയാൻ പോകുന്നവർ ആളുകളാണ്. അപ്പോൾ ഇതിൽ ഒരു മരണം നടന്നുകൊണ്ടിരുന്നത് റിപ്പോർട്ടഡ് മരണങ്ങൾ ഒരു 150-300 ഇടയ്ക്കായിരുന്നു. 150-200 ഇടയ്ക്കാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വോളണ്ടിയർഷിപ്പ് നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാം കേരളത്തിൽ 12,500 പേരെ
ട്രെയിൻ ചെയ്യുന്നുണ്ട്. വനിതകളടക്കം അവർക്ക് ബേസിക് പരിശീലനം കൊടുത്തിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന പാമ്പുകളെ അപകടമില്ലാതെ പിടിച്ചു മാറ്റുക എന്നുള്ളൊരു പദ്ധതിയാണ് അത് തുടങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് ഈ 58,000 പാമ്പുകൾ ഇതുവരെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമൂലം ഇപ്പോൾ ഈ വർഷം പാമ്പുകടിയേറ്റ് മരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു 34ലേക്ക് ചുരുങ്ങി. 5-1 നമ്മൾ ചുരുങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ എവിടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ പോലെയാണ്, അത് 500 പേരെന്ന് വെച്ചാൽ ഒരു വർഷം അനാഥമാകുമായിരുന്ന 100 പേരാണ് മരണം ഒഴിവാക്കിയത്. 500 കുടുംബങ്ങളുടെ അനാഥത്വമാണ് നമ്മൾ 5 വർഷം കൊണ്ട് ഇല്ലാതാക്കുന്നത്. ഒന്നത്. രണ്ടാമത്, അല്ലെങ്കിൽ ഈ പാമ്പ് ഒരുപാട് പേരെ കടിക്കുമായിരുന്നു. പിന്നെ ഈ പാമ്പ് ചെയ്യുന്ന കാർഷിക വ്യവസ്ഥയ്ക്ക് ചെയ്യുന്ന വലിയൊരു സേവനമുണ്ട്. ഇപ്പോൾ എലിയൊക്കെ പിടിച്ച് തിന്നു മാറ്റി റോഡൻ കൺട്രോളിന് വേറെ ഒരു മാർഗ്ഗമില്ല, നമുക്ക് പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അതിന് ചെയ്യുന്നൊരു സേവനമുണ്ട്. അപ്പോൾ ഈ 30ലേക്ക് എത്തി നമ്മളെന്ന് വെച്ചു. പക്ഷേ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് വിളിക്കുന്നത്, ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ കാര്യകാരണം വെച്ചപ്പോഴാണ് രസകരം. അതായത് പലപ്പോഴും ഈ പറയുന്ന ഈ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ഒരു സമൂഹം ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, പുല്ലരിയാൻ പോകുന്നവരാണ്. അപ്പോൾ അവർ ഈ കാടുകളിലാണ് പാമ്പ് കടി ഏൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നൊരു ഇൻ്റർവെൻഷൻ എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ഗംബൂട്ടും ഒരു ഗ്ലൗസും നീളമുള്ള കത്തിയും വളരെ ലഘുവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ വിഭാഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 1. 2, കേരളത്തിൽ ഇന്ന് വളരെയധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം കാടാവുന്നുണ്ട്. നമ്മുടെ വഴിയോരങ്ങൾ കാട് പിടിക്കുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു മാറ്റമാണ്. അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഒരു രീതി എന്ന് വിളിക്കുന്നത്, കേരളത്തിൻ്റെ പച്ചപ്പ് കൂടുന്നൊരു പ്രതിഭാസമുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് കൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ നെറ്റ് ബയോമാസ് അക്യുമുലേഷൻ കൂടുമെന്ന് പറയും. പച്ചപ്പ് കൂടും. ഇപ്പോൾ ഒരു കാലത്ത് അട്ടപ്പാടി മരുഭൂമിയായിരുന്നു. ഇന്നും അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. പച്ചപ്പ് കൂടുന്നു, എന്നാൽ മഴ ദിനങ്ങൾ കുറയുന്നു. അതുകൊണ്ട് വരൾച്ചയും കൂടുന്നുണ്ട്. വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരവസ്ഥയാണ്. ഗ്രീനറി കൂടുന്നു, എന്നാൽ ഡ്രൈനസും കൂടുന്നു, ആർദ്രത കുറയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ മൃഗങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അവരുടെ സഞ്ചാര പദങ്ങളൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കാട് പിടിക്കുന്നു. നമ്മുടെ പല വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ, കൃഷി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ കാട് പിടിക്കുന്നു. ഇവിടെയെല്ലാം തന്നെ പാമ്പുകൾക്കും മറ്റുള്ള ജീവികൾക്കുള്ള പുതിയ ആവാസ വ്യവസ്ഥകൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടനാട് പോയാൽ തന്നെ എത്രയോ പാടങ്ങൾ കൃഷിയില്ലാതെ ഉപേക്ഷിക്കുന്നുണ്ട്. പാമ്പുകളുടെ മറ്റു മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള രണ്ടാമത്തെ ഇൻ്റർവെൻഷൻ എന്താണ്? നമുക്ക് പലപ്പോഴും ആ കൃഷിഭൂമികളാക്കി തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റണം. കൃഷി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സംരക്ഷണത്തിനും പബ്ലിക് സേഫ്റ്റിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു അജണ്ടയാണ് ഇതിനകത്തുള്ള വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇവരുടെ എല്ലാം വകുപ്പിൻ്റെ എല്ലാം ഒരു സഹകരണം ഈ പ്രക്രിയയ്ക്ക് വേണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ചില ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ആൻറ്റിവെനം വേണ്ടത്ര രീതിയിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ആൻറ്റിവെനം അവൈലബിലിറ്റിക്കായിട്ടുള്ള നിലവിലുള്ള ചില പ്രോട്ടോക്കോളുകൾക്ക് ഉണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മലക്കപ്പാറ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റിവെനം പിന്നെ ചാലക്കുടിയിലാവും. ആ ദൂരം വരുമ്പോഴേക്കും ഫാറ്റിലാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പാമ്പ് കടി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആൻറ്റിവെനം ക്രമീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അതിനുള്ള ഉത്തരവാദിത്വം അപ്പോൾ ആരിലേക്ക് മാറുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റോള് വരികയാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ചില പാമ്പ്, ഇപ്പോൾ ഹംപ് നോസ്ഡ് വൈപ്പർ എന്ന് വിളിക്കുന്നൊരു പാമ്പിന് ഇന്ന് ആൻറ്റിവെനം ഇല്ല. നമ്മൾ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിൽ അത് കടിയേറ്റ് മരിക്കുന്ന ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അതുപോലെ ഇന്ന് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റിവെനം വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീജിയൻ സ്പെസിഫിക് ആണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിവെനത്തിന് ഒരു പക്ഷേ കൂടുതൽ ഒരു വിർലൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെന്തായാലും ഒരു വർഷം 16,000-17,000 പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയേഴ്സ് പിടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേരളത്തിന് ആവശ്യം ഉള്ളതും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളതുമായ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആൻറ്റിവെനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ തന്നെ ഈ മരണസംഖ്യ ഒരുപാട് വീണ്ടും കുറയ്ക്കാൻ പറ്റും. പിന്നീട് വരുന്നൊരു കാര്യം അവയർനെസ്സാണ്. അവയർനെസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഇത്തരം കേസുകളുടെ ഒരു അനാലിസിസിൽ പലതും സംഭവിച്ചിരിക്കുന്ന ആവശ്യമായ ശാസ്ത്രീയമായ ചികിത്സ തേടാതെ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ
കൊണ്ട് മരണം സംഭവിച്ച പകുതിയിൽ കൂടുതൽ അങ്ങനെയുള്ള കേസുകളാണ്. അവിടെ ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, പൊതുസമൂഹത്തിന് ഒരു 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 റോള് വഹിക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പരിഹാരം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പിൻ്റേത് മാത്രമാണ് പാമ്പുകൾ എന്നുള്ളൊരു യുക്തിയിൽ നമ്മൾ ഇതിനെ സമീപിച്ച് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ബാക്കിയാവും, തർക്കവും പ്രശ്നവും ബാക്കിയായിട്ട് തന്നെ അവിടെ അവശേഷിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള സർക്കാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഇവരെല്ലാം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പാമ്പ് കടി മരണരഹിത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. അതൊരു 5 വർഷം കൊണ്ടാണ്. 2030 ആകുമ്പോൾ ഒരാൾ പോലും കേരളത്തിൽ പാമ്പ് കടിച്ച് മരിക്കരുത്. ഇത് ജില്ലാ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വമാവുകയാണ്. അതിനുള്ള സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ജില്ലാ വികസന സമിതികളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് സമിതികളുണ്ടാവണം. ഇത് പാമ്പിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ വൈൽഡ് ലൈഫിൻ്റെ ഇതൊന്നും ചോദിച്ചോട്ടെ, കോൺഫ്ലിക്റ്റിൻ്റെ സാർ ഇപ്പോൾ പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ ഈ 2025 ജനുവരി മുതൽ മെയ് 30 വരെ 25 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് ടൈഗർ, 19 പേര് ആന. നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ എടുക്കുമ്പോഴത്തേക്കും കുറവാണ്. പക്ഷെ ഈ ഒരു ഷോർട്ട് പീരീഡിൽ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഒരുപാട് മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് കൂടുന്ന എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ? കോൺഫ്ലിക്റ്റ് അങ്ങനെ ഞാനത് പറഞ്ഞില്ല. അങ്ങനെ നമുക്കൊരു വളരെ ചെറിയൊരു പീരീഡ് വെച്ചിട്ട് നമുക്കൊരു ആപേക്ഷികമായിട്ട് അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ ഉദ്ധരിച്ച കണക്കുകൾ ഒരു 2011 തൊട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ പറഞ്ഞത്. പ്രാദേശികമായിട്ട് ഇപ്പോൾ ഒരു വർഷം വല്ലാത്ത ഒരു വരൾച്ച ഉണ്ടാകുന്നൊരു വർഷം, തീർച്ചയായിട്ടും അനിമലുകളുടെ സഞ്ചാരത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു വർഷം നല്ലപോലെ മഴ കിട്ടുന്ന ഒരു വർഷം ചിലപ്പോൾ ഒന്നുമില്ല. ഒരു വർഷം നല്ല സമൃദ്ധമായിട്ട് വേനൽക്കാലത്ത് ഇപ്പോൾ കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ പ്രദേശങ്ങളിൽ മഴ കിട്ടുകയാണെങ്കിലും അത്രയധികം മൈഗ്രേഷൻ കേരളത്തിലേക്ക് ഉണ്ടാവണമെന്നില്ല.